viewers, welcome back to Aegon Family. Sanjus Musana മക്കളെ. അപ്പോൾ നമ്മൾ USS എക്സാംസിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ USS എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കുഞ്ഞു ടോപ്പിക്കുമായിട്ട് മിസ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഠിച്ചാലോ? നമ്മൾ സോയിൽ ഇറോഷനെ പറ്റി പഠിച്ചിരുന്നു, അഥവാ മണ്ണൊലിപ്പിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഈ മണ്ണൊലിപ്പ് തടയാനുള്ള മെത്തേഡ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നു മണ്ണൊലിപ്പ്? എന്തായിരുന്നു മക്കളെ മണ്ണൊലിപ്പ്? അതായത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് അപ്പർ ലെയർ ഓഫ് സോയിൽ, അഥവാ മേൽമണ്ണ് ഒലിച്ചു പോകുന്നു. പല കാരണങ്ങളാലും മേൽമണ്ണ് ഒലിച്ചു പോകുന്നതിനെ നമ്മൾ എന്ത് പറഞ്ഞു? സോയിൽ ഇറോഷൻ അഥവാ മണ്ണൊലിപ്പ് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഈ മണ്ണ് എന്നത് ഭൂമിയിലെ ലൈഫിന്റെ എക്സിസ്റ്റൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അല്ലെ മണ്ണ്. അപ്പൊ ഈ മണ്ണിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് മണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ മണ്ണിനെ സംരക്ഷിക്കാൻ എങ്ങനെയാണ് നമ്മൾ മണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളത് നോക്കിയാലോ അല്ലെ? അപ്പോ എന്തൊക്കെയായിരുന്നു സോയിൽ ഇറോഷൻ ഉണ്ടാവാനുള്ള കാരണം? എന്തൊക്കെയായിരുന്നു? മണ്ണൊലിപ്പിന്റെ കോസസ് ഏതൊക്കെയായിരുന്നു? അതായത് റെയിൻ അല്ലെ, മഴ കാരണം മണ്ണൊലിപ്പ് ഉണ്ടാവുന്നുണ്ട്, അതിശക്തമായ മഴ കാരണം. അതേപോലെ തന്നെ എക്സസ് ഫ്ലോ ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കാരണം. പിന്നെ കാറ്റ്, വിൻഡ് ഇറോഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സ്നോ, മഞ്ഞ് കാരണം. ഐസ് മെൽറ്റിംഗ്, മഞ്ഞുരുകൽ കാരണമുണ്ട്. അതേപോലെ തന്നെ ഓവർ ഗ്രേസിംഗ്, അതായത് അമിതമായ കാലിമേച്ചിൽ കാരണം, സസ്യങ്ങളുടെ കുറവ് കാരണം സോയിൽ ഇറോഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ സോയിൽ ഇറോഷനെ, ഈ മണ്ണൊലിപ്പിനെ നമുക്ക് തടയണം അല്ലെ? നമുക്ക് സോയിലിനെ പ്രിവെന്റ് ചെയ്യണം. അപ്പൊ എന്തൊക്കെ പ്രിവെൻഷൻ മെത്തേഡ്സ് ആണെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോ എന്തൊക്കെയാണ്? നമുക്ക് ഫൈബ്രസ് റൂട്ട് പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യാൻ പറ്റും. അതായത് നാരുവേരുകളുള്ള സസ്യങ്ങൾ കൂടുതലായിട്ട് വെച്ച് പിടിപ്പിക്കുക. ഈ നാരുവേരുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള, ഇങ്ങനെ നെറ്റ്വർക്ക് ആയിട്ട് ഇങ്ങനെ കുറേ ബ്രാഞ്ചസ് ഉള്ളതാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട്സ് അഥവാ നാരുവേരുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ നാരുവേരുകൾ ഉണ്ടാവുന്ന സമയത്ത് ഈ മണ്ണിലേക്ക് പല സ്ഥലത്തേക്കായിട്ട് ഈ മണ്ണിനെ ഇങ്ങനെ വേരുകൾ പിടിച്ചു നിർത്തും. അപ്പൊ ഈ ഫൈബ്രസ് റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോയിൽ ഇറോഷൻ, അതായത് മണ്ണ് ഒലിച്ചു പോവാതെ നമുക്ക് മണ്ണിനെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റും. അടുത്തതാണ് ടെറസ് ഫാമിംഗ്, അതേപോലെ തന്നെ കോണ്ടോർ പ്ലൗയിങ്, സ്ട്രിപ്പ് ഫാമിംഗ്, മേക്കിംഗ് ഷെൽട്ടർ ബെൽസ്. അപ്പൊ ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഫസ്റ്റ് വണ്ണാണ് കോണ്ടോർ പ്ലൗയിങ്, കോണ്ടോർ കൃഷി രീതി എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ ഈ ഓരോ പേരും നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, എന്തൊക്കെ ടൈപ്സ് ആണ് എന്നുള്ളതിന്റെ ഓരോ മെത്തേഡ്സിന്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പൊ എന്താണ് കോണ്ടോർ പ്ലൗയിങ്? കോണ്ടോർ പ്ലൗയിങ് എന്ന് പറഞ്ഞാൽ ഹില്ലി ആയിട്ടുള്ള പ്ലേസസിൽ, അഥവാ മല പോലെയുള്ള, അതായത് വളരെ ചെരിവുള്ള പ്ലേസസിൽ എന്ത് ചെയ്യും? കോണ്ടോർ ലൈൻസ് ആയിട്ട് ആ ഹില്ലിന്റെ അതേ ഷേപ്പില്, ഒരു റൗണ്ട് ഷേപ്പിൽ എന്ത് ചെയ്യും? കോണ്ടൂർ ലൈൻസ് ആയിട്ട് സസ്യങ്ങൾ വച്ചു പിടിപ്പിക്കും, പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ കോണ്ടൂർ പ്ലൗവിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഹില്ലി പ്ലേസസിൽ, എന്തായാലും ചരിവുള്ള പ്ലേസ് ആവുന്നത് കൊണ്ട് മേലയിൽ നിന്ന് മണ്ണ് എന്ത് ചെയ്യും? ഒലിച്ച് താഴേക്ക് വരും അല്ലെ? ഇതിനെ തടയാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ കോണ്ടൂർ ലൈൻസ് ആയിട്ട് പ്ലാന്റ്സിനെ വച്ചു പിടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ കോണ്ടൂർ കൃഷി രീതി മനസ്സിലായല്ലോ. സെക്കൻഡ് വൺ ആണ് ടെറസ് ഫാമിംഗ്. ഓക്കെ, വേദികീകരണം. ഓക്കെ, എന്തായിരിക്കും ടെറസ് ഫാമിംഗ്? നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഈ ടെറസ് പോലെ ഭൂമിയെ ചരിവുള്ള പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? തട്ടുകളായിട്ട് തിരിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എന്ത് മക്കളെ? ടെറസ് ഫാമിംഗ് അഥവാ ടെറസ് കൾട്ടിവേഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ഇത് അധികമായിട്ടും കണ്ടുവരുന്നത് വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഹിമാലയാസിലാണ് കൂടുതലായിട്ടും ഈ ടെറസ് ഫാമിംഗ് കണ്ടുവരുന്നത്. അതായത് അവർ ഈ ടെറസ് ഫാമിംഗ് നല്ല രീതിയിൽ ഓറിയന്റ് ചെയ്ത്, ഓർഗനൈസ് ചെയ്ത് അത് റിസൾട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തതാണ് സ്ട്രിപ്പ് ഫാമിംഗ്. സ്ട്രിപ്പ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ എല്ലാം ഈ ഇമേജസിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട്, ഓരോ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? കൾട്ടിവേറ്റ് ചെയ്യാണ്. ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ പ്രദേശങ്ങളുടെ ഇടയിൽ, ഈ കൾട്ടിവേഷന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിൽ എന്ത് വളരും? ഗ്രാസ് വളരും, പുല്ലുകൾ വളരും. ഇങ്ങനെ പുല്ല് വളരുന്ന സമയത്ത് നമുക്ക് എന്ത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? അധികമായിട്ട് നല്ല ഫോഴ്സിൽ കാറ്റ് വീശുന്നത്, ഫോഴ്സ് ഓഫ് വിൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് എന്ത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? വിൻഡ് ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മക്കളെ അതാണ് സ്ട്രിപ്പ് ഫാമിംഗ് എന്ന് പറയുന്നത്.
പ്ലാന്റ്സ് സ്ട്രിപ്പുകളായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ഒരു സ്ട്രിപ്പ് പോലെ ഗ്രാസ് മറ്റു പുല്ലുകൾക്ക് വളരാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കാണ്. ഓക്കെ, അടുത്തതാണ് ഷെൽട്ടർ ബെൽസ്. ഷെൽട്ടർ പോലെ ഓക്കെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. അതായത് വലിയ വലിയ വയലുകൾ അല്ലെങ്കിൽ നല്ല ഒരു വലിയ പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഫീൽഡിലൊക്കെ അതിന്റെ അറ്റത്തായിട്ട് നിങ്ങൾക്ക് കാണാം എൻഡുകളായിട്ട് ഷെൽട്ടർ പോലെ വലിയ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. ഓക്കെ, ഇങ്ങനെ വലിയ വലിയ മരങ്ങൾ നല്ല നേരെ ലൈനായിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഇതേപോലെ തന്നെ ശക്തമായിട്ടുള്ള വിൻഡിന്റെ ഫ്ലോന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ എന്ത് സാധിക്കും, നമുക്ക് കാറ്റൊലിപ്പ് അല്ലെ, വിൻഡിൽ കാറ്റിൽ വരുന്ന സമയത്ത് മണ്ണ് പാറിപ്പോകുന്നില്ലേ, അതിനല്ലേ നമ്മൾ വിൻഡ് ഇറോഷൻ എന്ന് പറഞ്ഞത്. ഈ വിൻഡ് ഇറോഷനെ നമുക്ക് തടയാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രിവെൻഷൻസ് ഒക്കെ എടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് സാധിക്കും, നമുക്ക് മണ്ണൊലിപ്പ് അഥവാ സോയിൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മെത്തേഡ്സ് ടു പ്രിവെന്റ് സോയിൽ ഇറോഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.